ഗ്ലാസ് പാലുമായി അവൾ ആദമിന്റെ റൂമിലേക്ക് കയറി. പെട്ടെന്ന് 2 കൈകൾ അവളുടെ ഇടുപ്പിൽ പിടിച്ചു. സാറ, വിൽ യു ബി മൈൻ ടുനൈറ്റ്? യാ റബ്ബി, പീരീഡ്സ് ആയോ? സാറ, നീ എന്താ പോയത്? നീ അൺകംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, നീ കിടന്നോ. ആദം, ഇതല്ല, എനിക്ക് പീരീഡ്സ് ആയി. എന്ത്? പീരീഡ്സ് ആയാ? പോട്ടെ, സാറില്ല, നീ കിടക്ക്. സാറ എന്തിയാണോ? ഇക്ക എന്താ ചെയ്യുന്നേ? ഉമ്മ ഇപ്പൊ വരും. കാണുന്നോര് കാണട്ടെ, വരണോര് വരട്ടെ. ജെന്റെ പെണ്ണല്ലേ, പിന്നെന്താ? യാ റബ്ബി, ഹറാം. दिल के अंदर तू है ना, सामने भी तू है ना, आग में भी तू है फातिमा, फातिमा। നെഞ്ചുക്കുള്ളേ നീ താനേ, കൺകൾ മുഴുതും നീ താനേ, കാതൽ என்பது നീയേ ഫാത്തിമ, ഫാത്തിമ. ഇറങ്ങിപ്പോടെ ചെയ്താനെ. ആ പെണ്ണിനെ രാവിലെ തന്നെ വഴി തെറ്റിക്കാനേറ്റ്. ഒന്ന് പോയ പാത്തൂസേ, ഇതെന്റെ പെണ്ണല്ലേ, ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടേനെ. പക്ഷേ നിന്റെ ഒരു ഒടുക്കത്തെ തിരിച്ച് ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവിടുന്ന് വയ്യ. ഉഫ്, മിസ്റ്റർ ആദം അബാന്റെ വൈഫിന് നാണമോ? ഇതൊക്കെ ഭയങ്കര ഓവറാണ്. ഐ എം സോറി സാറ, ഐ ക്യാൻ കൺട്രോൾ എനിമോർ. മോളെ സാറ, നിനക്കെന്താ പറ്റിയേ? എൻ്റെ കഴുത്ത് ഫുൾ എന്താ ഇങ്ങനെ? അല്ലാ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഐസ് എടുത്തിട്ട് വരാം. കേട്ട് ഇനി പാത്തൊന്നും എന്താ വിചാരിച്ച് കാണൂ. ഇതാ കള്ള ഹിമാറെ, നീ എന്താണ് എൻ്റെ പെണ്ണിൻ്റെ കഴുത്ത് കാണിച്ചു വെച്ചേക്കണേ? ഞാനൊന്ന് സ്നേഹിച്ചതല്ലേ പാത്തൂസേ. ഇതാ പന്നി ബഡ്ക്കൂസേ, ഇങ്ങനെയാണോടാ സ്നേഹിക്കാൻ? ഇങ്ങനെ പോയി ഞാൻ അവളെ കൊല്ലോലോടാ. ഈ ചെക്കൻക്കൊരു നാണവും ഇല്ല മാനവും ഇല്ല. ആരീ പറയണ് നാണമില്ല മാനമില്ല? നിനക്കറിയുമോ സാറാ, എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടൈമിൽ നൈറ്റ് ഒരു 12 മണി ടൈമിൽ ഞാൻ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും റൂമിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഉമ്മ കരയണ പോലെ. പിറ്റേ ദിവസം ഞാൻ വാപ്പിനേറ്റ് നല്ല തല്ലുണ്ടാക്കി. അപ്പോഴാണ് പാത്തൂസ് വന്നിട്ട് ചോദിക്കുന്നത് എന്തിനാ തല്ലുണ്ടാക്കണേന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഉമ്മി ഇന്നലെ കരയണ ശബ്ദം ഞാൻ കേട്ടല്ലോ, വാപ്പച്ചി നിങ്ങളെ തല്ലിയാന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പം ഉമ്മി പറഞ്ഞേ, ഞാൻ കരഞ്ഞത് വേറെ ഒന്നുമല്ല, എങ്കിലല്ലേ പറഞ്ഞത് ഒരു അനിയത്തിനോ അനിയനോ വേണമെന്ന്. അപ്പം ഞാനൊന്ന് കരഞ്ഞതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ മമ്മീന്ന്. അപ്പം പറയേ, നീ വലുതാവുമ്പോൾ മനസ്സിലാവുന്നു. ഇപ്പം മനസ്സിലായില്ല അപ്പം എന്താ നടന്നേന്ന്. കള്ളി പാത്തുമ്മ. എടാ ചെറുക്ക, അത് പണ്ട് നടന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ എന്തിനാ ഇപ്പം പറയണേ?
സാറ, കൺഗ്രാറ്റ്സ് മിസ്റ്റർ ആദമത്താൻ, യു ആർ ഗോയിങ് ടു ബി എ ഡാഡ്. ഈ ടൈമിൽ സാറിന് വളരെ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. അവൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. 3 വീക്സ് പ്രഗ്നൻ്റ് ആണ് അവൾ. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സും പിൽസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് കൃത്യ ടൈമിന് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കാം. സാറ, ഐ ക്യാൻ ബിലീവ് നമ്മളൊരു പേരൻ്റ് ആവാൻ പോണു. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ളിലൊരു കുഞ്ഞു ജീവനുണ്ടെന്ന്. താങ്ക്സ് ആദം ഫോർ എവ്രിതിങ്. എന്തായാലും പാത്തുമ്മാക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ? നീ വാ. എന്താണ് രണ്ടാൾക്കൊരു ചുറ്റിക്കളി? പാത്തുമ്മ, നിങ്ങളൊരു ഉമ്മമാവാൻ പോവേ. എന്ത്? ഞാൻ ഉമ്മമാവാൻ പോണെന്നാ? ഇനി മുതൽ നല്ലോണം സൂക്ഷിക്കണം ട്ടാ. സാറാ, മോളിതൊന്ന് കുടിച്ചേ. നല്ല ചൂടോടെ ഉണ്ടാക്കി ജിഞ്ചർ ടീയാ. അയ്യേ, ജിഞ്ചർ ടീയാ? എനിക്കൊന്നും വേണ്ട. കുടിക്കേ, എൻ്റെ കൊച്ചുമക്കളെ ആലോചിച്ചിട്ടെങ്കിലും കുടിക്കേ. ഉമ്മാന്റെ മോള് വന്നു. ഐഷ്, ഇപ്പോഴെങ്കിലും പന്നി പെണ്ണിനെ സ്വന്തം തള്ളനെ കാണാൻ വരാൻ തോന്നിയല്ലോ. ഐഷ്, എന്ത് പാത്തൂസ ഇങ്ങനെ കലിപ്പ്? ഞാൻ വന്നല്ലുള്ളൂ. എനിവേ, വേർ ഈസ് മൈ പ്രഗ്നന്റ് നാത്തൂൻ? അവര് രാവിലെ ചെക്കപ്പിന് പോയിട്ടുള്ളതാ, 8ാം മാസത്തിന്റെ. അപ്പോൾ ഇന്ന് അറിയാ ഡെലിവറി ഡേറ്റ് എന്നാണ് തോന്നണത്, അറിയില്ല. അപ്പം അവര് കുറച്ചുകൂടെ വരും തോന്നണു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കുളിക്കട്ടെ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. നാത്തൂനെ, നീ വന്നാടി? എപ്പോഴുന്ന് അസു വന്നടി. ഞാൻ അറിഞ്ഞു ഒരാള് പനി പറ്റിച്ചെന്ന്. ഏതമ്മോടെ നീ പനി പറ്റിച്ചില്ലേ? ഇനി 1 month കൂടിയല്ലേ സാറാ നിന്റെ ഡെലിവറിക്ക്? ഇക്ക, നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താ? അതൊക്കെ പറഞ്ഞുതരാ. നിനക്കെന്തിനാ ഞങ്ങളുടെ ലവ് സ്റ്റോറി കേട്ടിട്ട്? ക്യൂരിയോസിറ്റി ആണ് മോനെ ആദമേ.